ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് വന്ന കുറച്ച് കമന്റ്സിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളുണ്ട്. അപ്പം അതൊക്കെ കൂടെ വെച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പം എനിക്ക് വന്നൊരു കമന്റ് ആണ്, ഈ 16:8 എന്നുള്ള റേഷ്യോയിലല്ലേ ഉള്ളൂ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. കാരണം ഞാൻ ചെയ്യുന്ന 14:10 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പം അത് 16:8 എന്നുള്ള റേഷ്യോയിലല്ലേ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന എന്നുള്ള ഒരു കമന്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനല്ല, നമ്മൾ 16:8 എന്നുള്ള റേഷ്യോയിൽ ചെയ്യാം, 14:10 എന്നുള്ള റേഷ്യോയിൽ ചെയ്യാം, അല്ലെങ്കിൽ 1 meal in a day എന്നുള്ള രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 5 ദിവസം നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തിട്ട് 2 ദിവസം നോർമലായിട്ട് കഴിക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു ഈറ്റിംഗ് പാറ്റേൺ ഈറ്റിംഗ് പാറ്റേൺ കൊണ്ടുവരുന്നതെല്ലാം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. കാരണം ഇതൊരു എന്താ പറയുന്നത്, ആ ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിലുപരി ആ ഒരു എപ്പോ കഴിക്കുന്നു എന്നതിലാണ് അതിന്റെ കാര്യം ഇരിക്കുന്നത്. അത് നമ്മുടെ എന്താ പറയുന്ന കംഫർട്ടിനനുസരിച്ച്, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എല്ലാം നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം എന്റെ വണ്ണമുള്ള സമയത്ത് ഞാൻ 16:8 എന്നുള്ള റേഷ്യോയിലാണ് ഞാനത് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ പക്ഷേ 14:10 എന്നുള്ള റേഷ്യോയിലാണ് എന്റെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ എനിക്ക് അധികം വെയിറ്റ് കുറയ്ക്കണ്ട, കൂടി വന്ന് 1-2 കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുമെന്നുള്ളതല്ലാതെ അങ്ങനെ ഭയങ്കരമായ ഒരു വെയിറ്റ് ലോസിലേക്ക് എനിക്ക് പോകണ്ട. അതുകൊണ്ട് ഞാൻ ഒരു 14:10 എന്നുള്ള റേഷ്യോയിൽ ആഴ്ചയിൽ ഒരു 5-6 ദിവസം, ഒരു ദിവസം ഞാൻ അതല്ലാതെ വിടുന്നുണ്ട്. ഒരു ദിവസം ഒരു ചീറ്റ് ഡേ ആയിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാതിരിക്കുന്ന ദിവസമുണ്ട്. അപ്പോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംഭവം. അപ്പം അത് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവര്, അത് എന്താ പറയുന്നത്, ഇതുവരെ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നുള്ള ഒരു കാര്യമാണ് ഈ ഫാസ്റ്റിംഗ് സമയത്ത് വെള്ളം കുടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം. ചിലര് വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഫാസ്റ്റിംഗ് സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റും. വെള്ളം കുടിക്കാതെ ഒരിക്കലും വെള്ളം കുടിക്കാം, ബ്ലാക്ക് കോഫി കുടിക്കാം, ബ്ലാക്ക് ടീ കുടിക്കാം, ഗ്രീൻ ടീ കുടിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് എന്താ പറയുന്നത്, കലോറി ഇല്ലാത്ത കാര്യങ്ങൾ ആ സമയത്ത് കഴിക്കാം. അതൊക്കെയാണ് ഈ വെള്ളം, ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സമയത്ത് വെള്ളം കുടിക്കാം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ, കുടിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട, വെള്ളം കുടിക്കാൻ പറ്റും. പിന്നെ ചിലർക്കുണ്ട് എന്താ പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ള ചിലര് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നവരുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു വേള ഡിന്നർ കഴിച്ചില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചിലർ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനല്ല. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആ രീതിയിൽ നിങ്ങൾ ടൈം സെറ്റ് ചെയ്താൽ മതി. ഞാൻ പറയട്ടെ, ഞാൻ 3 മീൽ, അപ്പം 3 ഞാൻ മീൽ എപ്പോഴും എന്താ പറയുന്നത്, 16:8 എന്ന റേഷ്യോയിലാണെങ്കിലും 14:10 എന്നുള്ള റേഷ്യോയിലാണെങ്കിലും ഞാൻ 3 മീൽ ആ ഒരു ടൈം പീരീഡിൽ കഴിച്ചിരിക്കും. കാരണം അതെനിക്ക് വേണം, എന്നാലേ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ ഇപ്പം 16:8 എന്നുള്ള റേഷ്യോയിൽ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഡിന്നർ നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ അത്രയും കഴിക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പൊ ഞാൻ അതിന്റെ പോർഷൻ കുറച്ച് ആ ഒരു സമയത്തിന് മുമ്പായിട്ട് ഞാൻ എന്തെങ്കിലും കഴിച്ചിരിക്കും, 3ാമത്തെ മീലായിട്ട്. ചിലപ്പം 16:8 റേഷ്യോ ചെയ്യുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഡിന്നർ കഴിക്കാനുള്ള എന്താ പറയുന്നത്, വിശപ്പ് കാണത്തില്ല. കാരണം അതങ്ങനെയാണ്. അപ്പൊ ആ സമയം നിങ്ങൾ ആ ഒരു സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് 2 മീല് കഴിക്കാൻ പറ്റത്തുള്ളായിരിക്കും ആ ഒരു 16:8 എന്നുള്ള റേഷ്യോയില്. അപ്പോ അത് അവരോര് അഡ്ജസ്റ്റ് ചെയ്യുക. ആ ഒരു ടൈം പീരീഡിൽ, ആ ഒരു ഈറ്റിംഗ് വിൻഡോയിൽ അവരോര് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. എന്താ പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടവർ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുന്നത് നല്ലപോലെ കഴിക്കുക, മീൻസ് അവരോട് ആവശ്യത്തിന് കഴിക്കുക. പിന്നെ എന്താ പറയുന്നത്, ലഞ്ച് കഴിക്കുക. ലഞ്ച് കഴിക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് നീട്ടി വെച്ച് ഇടയ്ക്ക് ഒരു സ്നാക്ക്, അപ്പം എന്തെങ്കിലും ഒരു ആപ്പിളോ അല്ലെങ്കിൽ പഴവോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ നട്ട്സോ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ലഞ്ച് തള്ളി നീക്കാം. ലഞ്ച് തള്ളി നീക്കിയിട്ട് ആ ഒരു ഡിന്നർ, ആ
ഒരു ഈറ്റിംഗ് വിൻഡോ തീരുന്ന സമയത്ത് നിങ്ങൾ ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നല്ലപോലെ ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുന്ന ടൈം പീരീഡിനകത്ത് കഴിക്കാൻ പറ്റും. ചിലർക്കാണെങ്കിൽ എന്നെ പോലെ ആണെങ്കിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമാണ് എന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമാണ്. ഡിന്നർ എനിക്ക് അത്രയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഡിന്നർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റും, എനിക്ക് ഡിന്നർ കഴിച്ചില്ലേലും കുഴപ്പമില്ല. പണ്ട് തൊട്ടേ അങ്ങനെയാണ്, എനിക്ക് ഡിന്നർ എനിക്ക് എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ എന്താ പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കഴിക്കണം. രാവിലെ എണീറ്റ് എനിക്ക് ആ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അന്നത്തെ ദിവസം പോകും എന്നുള്ള വെച്ചാൽ എനിക്ക് ഒരു എനർജിയും കാണത്തില്ല. അപ്പൊ ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ ലഞ്ചും കഴിക്കും. ഇപ്പം 16:8 റേഷ്യോ ആണെങ്കിൽ ഡിന്നർ ആയിട്ടും ഞാൻ എന്തെങ്കിലും, പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. ഇപ്പൊ ഞാൻ വലുതായിട്ട് അങ്ങ് വിശന്നില്ലേലും ഞാൻ എന്തെങ്കിലും, ഇപ്പം എന്റെ കയ്യിൽ ഇപ്പം വല്ല ഓംലെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഡിന്നറിന് എന്താ പറയുന്നത് കഴിച്ചിരിക്കും. ഡിന്നറായിട്ട് പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിച്ചിരിക്കും. അങ്ങനെയായിരുന്നു ഞാൻ മൂന്ന് മീൽ ഞാൻ എടുക്കുമായിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പം പക്ഷെ എനിക്ക് 3 മീൽ എടുക്കാനുള്ള സമയമുണ്ട്. കാരണം 14:10 എന്നുള്ള റേഷ്യോയിലായതുകൊണ്ട് എനിക്ക് 3 മീൽ എനിക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊരു എന്താ പറയുക, രാവിലെ ഒരു 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഒരു 1:30 ആകുമ്പോൾ ഞാൻ ലഞ്ച് കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഒരു 5:30 സമയത്ത് ഞാൻ ഡിന്നറും കഴിക്കും. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ പോകുന്നത്. അപ്പോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും എന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. പിന്നെ ചിലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മുടെ മെറ്റബോളിസം കുറയ്ക്കും എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഇതൊരു ഷോർട്ട് ടേം ഫാസ്റ്റിംഗ് ആണ്. നമ്മളൊരു 8 hours അല്ലെങ്കിൽ 16 hours ഒക്കെ ഫാസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു 8 hours നമുക്ക് വേണ്ടത് കഴിക്കും. അങ്ങനെ ഫാസ്റ്റ് ചെയ്യുമ്പം നമുക്കത് ഭയങ്കര നല്ലതാണ്. ആ ഒരു ഷോർട്ട് ടേം ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റ് ബേണിംഗ് ഹോർമോൺസിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യും. നമുക്ക് എന്താ പറയുക, നമുക്ക് വേണ്ടാതെ കിടക്കുന്ന ഫാറ്റ്സിനെ എല്ലാം അത് എന്താ പറയുക കത്തിച്ച് കളയും. അപ്പൊ ആ ഒരു സമയത്ത് അതാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുടെ മെറ്റബോളിസം ഒരിക്കലും കുറയത്തില്ല. അതൊരു ഷോർട്ട് ടേം ഫാസ്റ്റിംഗ് മെത്തേഡ് ആണ്. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മെറ്റബോളിസം ഒന്നും കുറയത്തില്ല, നമുക്ക് നമ്മുടെ മെറ്റബോളിസം ഒക്കെ ഇൻക്രീസ് ആവത്തുള്ളൂ. സ്പെഷ്യലി എനിക്കത് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നല്ലപോലെ വണ്ണത്തിലൊക്കെ ഇരിക്കുന്നവർ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തൊരു 1 month ഒക്കെ കഴിയുമ്പോൾ എനിക്ക് നല്ല ഒരു എന്താ പറയുന്നത് നല്ല ഒരു പോസിറ്റീവ് ഒരു ഇതാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയും നാളും ഉള്ള പോലെ അല്ലായിരുന്നു. കുറെയൊക്കെ നമ്മുടെ ശരീരത്തിന് ആ ഒരു ഫാറ്റും നമ്മൾ കെട്ടിക്കിടക്കുന്ന ഫാറ്റും അതുമൊക്കെ ഇതായപ്പോ എനിക്ക് കൂടുതൽ ഒരു എനർജറ്റിക് ആയ പോലെ തോന്നിയിട്ടുണ്ട് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഈ വാട്ടർ വെയിറ്റ് മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ ബോഡിയിലൊക്കെ വാട്ടർ വെയിറ്റ് ഉണ്ട്. ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഒക്കെ ഇങ്ങനെ കെട്ടിക്കിടന്ന് നമുക്കൊരു എന്താ പറയുന്ന ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഈ വാട്ടർ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് മാത്രമേ പോകത്തുള്ളെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മള് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പം വാട്ടർ വെയിറ്റും ലൂസ് ചെയ്യും. പക്ഷെ ഓവർ ദ ടൈം നമുക്ക് ആ ഒരു എന്താ പറയുന്നത് ഫാറ്റ്, നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ വെയിറ്റ് കുറയും. വാട്ടർ വെയിറ്റ് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റും ബേൺ ചെയ്യും നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേനും. പിന്നെ ചിലരുടെ ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഉണ്ട്. അത് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ ഡെഫിനിഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചിലർ ചെയ്തത്. ഇപ്പൊ ഞാൻ തന്നെ മുമ്പേ പറഞ്ഞായിരുന്നു, നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്ത് കഴിക്കുന്നു എന്നതിലുപരി എപ്പോ കഴിക്കുന്നു എന്നതാണ്. അപ്പം ചിലർ ഈ ഈറ്റിംഗ് വിൻഡോയിൽ അമിതമായിട്ടുള്ള ജങ്ക് ഫുഡും അതും ഇതും ഒക്കെ കഴിക്കും, എന്നിട്ട് ഫാസ്റ്റ് ചെയ്യും, എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും എന്താ പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കും. അപ്പൊ ചിലർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു പ്രയോജനവും കാണത്തില്ല. നമ്മൾ ഈ ജങ്ക് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് അത് ശരിയല്ല. അത് നമ്മുടെ വെയിറ്റ് കൂട്ടത്തേ ഉള്ളൂ. ഈ ആവശ്യമില്ലാത്ത കുറെ എന്താ പറയുന്ന ജങ്ക് ഒക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വീണ്ടും വീണ്ടും വെയിറ്റ് കൂടത്തേ ഉള്ളൂ. അതിപ്പോ എത്ര ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തു എന്ന് പറഞ്ഞാലും അങ്ങനെയാണ്. അതുകൊണ്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവര് ഈറ്റിംഗ് വിൻഡോയിൽ ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാൻ നോക്കണം. അങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിച്ചാൽ മാത്രമേ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ശരീരത്തില് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. നമുക്ക്
ഹെൽത്തി ആയിട്ടും നല്ലതായിട്ടും വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് ചെയ്യല്. നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പം നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മൾ കഴിക്കാൻ നോക്കണം. ജങ്ക് ഫുഡ് കഴിവതും ഇങ്ങനെയുള്ള ഡയറ്റ് എടുക്കുന്നവർ ഒഴിവാക്കുന്നതന്നെ നല്ലത്. വൺസ് ഇൻ എ വീക്ക് ഒരു നേരം നമുക്ക് ഇഷ്ടമുള്ള, എല്ലാ ആഴ്ചയിലും ഇപ്പം ഒരു സൺഡേയോ സാറ്റർഡേ കിട്ടുമ്പോൾ ഒരു നേരം നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കുക. നമുക്ക് ഇഷ്ടമുള്ള പിസ്സ കഴിക്കണോ, ബർഗർ കഴിക്കണോ, അല്ലെങ്കിൽ നൂഡിൽസ് കഴിക്കണോ, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, അങ്ങനെയുള്ള ഒരു നേരം നമുക്ക് ഇഷ്ടമുള്ള കാര്യം കഴിക്കുക. പിന്നെ അത് വിടുക. പിന്നെ അടുത്ത ഒരു 5-6 ദിവസം നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ നല്ല ഹെൽത്തി ആയിട്ട് കഴിച്ചു തന്നെ പോവുക. ഒരു നേരം അങ്ങനെ കഴിക്കുക. അങ്ങനെ കഴിച്ചാൽ തന്നെ നമുക്ക് നല്ല നല്ല വ്യത്യാസം ഉണ്ടാകും. വെയിറ്റിലും നമ്മുടെ സ്കിന്നിനും ഒക്കെ നല്ല വ്യത്യാസം ഉണ്ടാകും. പിന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്ക് മസിൽ ലോസ് ഉണ്ടാകും എന്നുള്ളത്. മസിൽ ലോസ് ഉണ്ടാകില്ലെന്നല്ല, നമ്മൾ കുറേ നാള് നമുക്ക് വേണ്ട പ്രോട്ടീൻ കഴിക്കാതെ നമ്മൾ ഫാസ്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും മസിൽ ലോസ് ഉണ്ടാകും. ചിലരുടെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചിലരുടെ കണ്ടിട്ടില്ലേ, വെയിറ്റ് വണ്ണം കുറച്ച് കഴിഞ്ഞാൽ ഒരു ഏജ് ഫീലിംഗ് ഒക്കെ ഉണ്ടാകുന്നത്, വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടാകുന്ന ഈ മസിൽ ലോസ് കാരണമാണ്. ഈ പ്രത്യേകിച്ചും മുഖത്തും ഇവിടെയും എല്ലാം ഒരുമാതിരി രീതിയിലുള്ള ഒരു പെട്ടെന്ന് വയസ്സായ ഒരു ഫീലിംഗ് ഒക്കെ വരുന്നത് ഈ മസിൽ ലോസ് കാരണമാണ്. കാരണം നമ്മൾ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ മസിൽ ലോസ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട പ്രോട്ടീൻ നമ്മൾ ഡെയിലി കഴിച്ചിരിക്കണം. ഡെയിലി ആ ഒരു പ്രോട്ടീൻ കഴിച്ചാൽ മാത്രമേ നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേനും മസിൽ ലോസ് വരാതെ നമ്മുടെ ഫാറ്റ് മാത്രം നമുക്ക് കത്തിച്ചാൽ മതി. നമ്മുടെ മസിൽസ് നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മുടെ മസിൽസ് ആണ് നമുക്ക് നല്ല സ്ട്രെങ്ത്, നമ്മുടെ കൈയിനും കാലിനും ഒക്കെ സ്ട്രെങ്ത് കിട്ടാനായിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുന്നത് പെട്ടെന്ന് മുട്ടുവേദനകള് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ നല്ലതായിരിക്കണം. നമുക്ക് മസിൽ ലോസ് ഉണ്ടാവല്ലേ. അപ്പൊ നമ്മൾ പ്രോട്ടീൻ കഴിക്കണം. പ്രോട്ടീൻ ആണ് മസിൽസ് എന്താ പറയുന്നത്, ആ ഒരു മസിൽസ് ബിൽഡ് ചെയ്യുന്നത് പ്രോട്ടീൻ ആണ്. അതാണ് ഈ ജിമ്മിൽ പോകുന്നവരൊക്കെ പ്രോട്ടീൻ നല്ലപോലെ കഴിക്കുന്നത്. കാരണം അവര് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നവര് നല്ലപോലെ പ്രോട്ടീൻ കഴിക്കുന്നത് അങ്ങനെ അതുകൊണ്ടാണ്. അപ്പം ആ ഒരു പ്രോട്ടീൻ ആണ് മസിൽസിനെ ബിൽഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നല്ല പ്രോട്ടീൻ, നമുക്ക് വേണ്ട പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ, ഫുഡിൽ കൂടെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമുക്ക് അത്രയും ഒരു മസിൽ ലോസ് ഉണ്ടാകത്തില്ല ഇങ്ങനെ ഫാസ്റ്റ് ചെയ്യുമ്പോൾ, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോഴത്തേന്. അപ്പം ഒട്ടും പ്രോട്ടീൻ കഴിക്കാതെ ഈ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നവർക്കാണ് ഈ മസിൽ ലോസ് ഉണ്ടാവുന്നത്. പിന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഫാസ്റ്റിംഗ് മേക്സ് യു ടയേർഡ് എന്നുള്ളത്. കാരണം എന്റെ അനുഭവത്തിൽ നേരെ തിരിച്ചാണ്. എനിക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ പറയുന്നത്, ഞാൻ മുമ്പ് പറയില്ല, ഭയങ്കര എനർജറ്റിക് ആകുകയാണ് ഞാൻ ചെയ്തത്. ഞാൻ ആ ഒരു മടിയുള്ള ഒരു അവസ്ഥ എനിക്ക് മാറി കിട്ടിയത്, ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ണമുള്ള സമയത്തെ പോലെ അല്ല, ഞാൻ വണ്ണം കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എന്റെ ആ ഒരു എന്റെ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തൊരു ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോ തൊട്ട് എന്റെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ട് എനിക്ക് തോന്നി. വണ്ണം ഉണ്ടായിരുന്ന സമയത്തുള്ള എന്റെ ഒരു മടി, ആ അലസതയൊക്കെ ഭയങ്കരമായിട്ട് മാറി. ഇപ്പം രാവിലെ എപ്പോഴും ആദ്യമൊക്കെ എനിക്കൊരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്ത ആ ഒരു 1-2 ആഴ്ചയൊക്കെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ശീലമായപ്പോഴത്തേനും എനിക്ക് അതൊരു എനർജറ്റിക് ആയിട്ടാണ് തോന്നിയത്. ചിലർക്ക് അതിങ്ങനെ ഒരു ധാരണയുണ്ട്, അങ്ങനെയൊക്കെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പം ഇത് ഭയങ്കര ടയേർഡ് ആകും. അങ്ങനൊന്നുമില്ല. ആദ്യത്തെ 1-2 ആഴ്ച നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വന്നേക്കാം. അത് നമ്മുടെ ബോഡി അങ്ങനെ അഡാപ്റ്റ് ആയിട്ടില്ല. ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്റെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ആയി. എനിക്കിപ്പം രാവിലെ എണീക്കുമ്പം ഞാൻ സാധാരണ ഇപ്പം ഫുഡ് കഴിച്ച് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിച്ച് ഉറങ്ങി രാവിലെ എണീക്കുന്നതിലും എനർജറ്റിക് ആയിട്ടാണ് ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ദിവസങ്ങളിൽ ഞാൻ എണീക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യമില്ല. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഇല്ല, നമ്മൾ കൂടുതലും എനർജറ്റിക് ആകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്.
പിന്നെ സ്ത്രീകളുടെ കേസ് വരുമ്പം ചിലർക്ക് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകാം എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കൂടുതലും നമ്മൾ ഈ പീരീഡ്സിനോടനുബന്ധിച്ച് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. കുറച്ചൊന്ന് നമ്മൾ ആ ഒരു ഇത് കൊടുക്കണം, ഒരു അയവ് കൊടുക്കാൻ. ഒരു പീരീഡ്സിന് എന്താ പറയുന്ന ഒരു 3-4 ദിവസം മുമ്പ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ പതുക്കെ നമ്മുടെ നമ്മൾ എടുത്തുകൊണ്ട് വരുന്ന രീതിയിൽ നിന്ന് കുറച്ചൊരു അയവ് കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ചില ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകാം, അങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ വലിയൊരു അനുഭവം ഇല്ല. ഞാൻ എന്താ പറയുന്നത്, ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആദ്യമായിട്ട് എടുക്കുന്നവര് ഇപ്പം ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആദ്യമായിട്ട് എടുക്കുന്നവരും കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞ്, ഇപ്പൊ ഒരു 2-3 മാസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് എടുക്കുന്നവരും എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും പീരീഡ്സ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. പീരീഡ്സ് കഴിഞ്ഞ് ആ ഒരു 7 days കഴിഞ്ഞ് നിങ്ങൾ എന്താ പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത് പീരീഡ്സിനോടനുബന്ധിച്ച് ഒരു 1 week, പീരീഡ്സിന് മുമ്പായിട്ട് ഒരു 1 week തൊട്ടേ നമ്മുടെ ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കാരണം നമ്മുടെ വെയിറ്റ് അക്യുറേറ്റ് ആയിട്ടായിരിക്കത്തില്ല കാണിക്കുന്നത്. പീരീഡ്സ് സമയത്ത് ഒന്നും വെയിറ്റ് നോക്കാതിരിക്കുക. ചിലപ്പം വെയിറ്റ് കൂടിയും കുറഞ്ഞും ഒക്കെ കാണിക്കാം. എനിക്കിപ്പോഴും വെയിറ്റ് കൂടിയാണ്, എനിക്ക് പീരീഡ്സിനോടനുബന്ധിച്ച് എനിക്ക് വെയിറ്റ് കൂടിയാണ് കാണിക്കുന്നത്. പീരീഡ്സ് കഴിയുമ്പോഴത്തേനും അതങ്ങ് മാറി ഒരു നോർമൽ വെയിറ്റിലേക്കാവും. അപ്പൊ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒന്നാമത് നമുക്ക് വെയിറ്റ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റത്തില്ല, അത് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർ ഒരിക്കലും പീരീഡ്സ് സമയത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട. പീരീഡ്സ് കഴിഞ്ഞിട്ട്, പീരീഡ്സിന് മുമ്പായിട്ടും തൊട്ട് മുമ്പായിട്ടും സ്റ്റാർട്ട് ചെയ്യേണ്ട. പീരീഡ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ കറക്റ്റ് വെയിറ്റ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ പീരീഡ്സ് സമയത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ വെയിറ്റ് ഒരു വെയിറ്റ് കാണിക്കും. പിന്നെ പീരീഡ്സ് തൊട്ട് കഴിഞ്ഞ് അങ്ങോട്ട് ഒരു 6 days ഒരു 5 days 6 days ഒക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് വെയിറ്റ് കുറച്ച് കുറവ് കാണിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 7 days കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു ആക്ച്വൽ വെയിറ്റ് കാണിക്കുന്നത്. അപ്പം അത് നിങ്ങൾ ആലോചിക്കുക. അപ്പം അങ്ങനെ ആലോചിച്ച് വേണം പ്രത്യേകിച്ച് സ്ത്രീകൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പീരീഡ്സ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ എന്താ പറയുന്ന, സ്ത്രീകൾക്ക് അത് സേഫ് അല്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ഭയങ്കര എന്നെ സംബന്ധിച്ച് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ എനിക്ക് അത് ഭയങ്കര എന്താ പറയുന്നത് നല്ലതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. എനിക്ക് പീരീഡ്സും എല്ലാം കറക്റ്റ് ആയിട്ടാണ് ഇതുവരെ ദൈവം സഹായിച്ചു വന്നിരിക്കുന്നത്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തപ്പോഴും എല്ലാം ഒന്നും എനിക്ക് പീരീഡ്സ് ഒന്നും ഒരു നോർമൽ അല്ലാതെ വന്നിട്ടില്ല ഇതുവരെ എനിക്ക് ആ ഒരു കറക്റ്റ് രീതി തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം, ചിലർക്ക് ഫാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്നൊരു കമന്റ് ആണ്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റിംഗ് സമയത്ത് വയറുവേദന എടുക്കുന്നു എന്നുള്ളത്. പക്ഷെ അതെന്ന് വെച്ചാൽ ചിലപ്പം ഗ്യാസ് കയറിയിട്ടാവാം, ചിലർക്ക് സ്യൂട്ട് ആവത്തില്ല. എല്ലാവരുടെയും ബോഡി ഒരുപോലല്ല, ചിലർക്ക് സ്യൂട്ട് ആവത്തില്ല. നിങ്ങളിപ്പോ ഒരു ഡോക്ടറെ കാണുന്നതായിരിക്കും ബെസ്റ്റ് കാര്യം. അപ്പൊ അവര് പറയും നിങ്ങളുടെ ബോഡിക്ക് അത് സ്യൂട്ട് ആവുന്നില്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾ അവർ സജസ്റ്റ് ചെയ്യും. ഇപ്പൊ ഫുഡിന്റെ ഒരു കാര്യമാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡയറ്റ് ഫോളോ ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ ഇത് ചെയ്യും. അപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്ക് ചിലർക്ക് ഫാസ്റ്റിംഗ് സമയത്ത് വയറുവേദന വരാം. ചിലപ്പം ഗ്യാസിന്റെ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ആ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ള അങ്ങനെ ഒരു ഈറ്റിംഗ് പാറ്റേൺ ഫോളോ ചെയ്ത് ഫുഡ് കഴിക്കുന്നത് ചിലപ്പം അവർക്ക് അത് സ്യൂട്ട് ആവുന്നില്ലായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പോയി ഡോക്ടറെ കാണുക. പിന്നെ നിങ്ങൾക്ക് അങ്ങ് എന്താ പറയുന്നത് അമിതമായ ക്ഷീണം തോന്നുവാണെങ്കിൽ, എന്ന് വെച്ചാൽ അബ്നോർമലായ ഒരു ക്ഷീണം തോന്നുവാണെങ്കിലും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ പോയി ഡോക്ടറെ കാണുക. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ വരുന്നു? അപ്പൊ അവര് നല്ല രീതിയിൽ അത് എന്താ പറയുന്നത് ഏത് ഡയറ്റ് എടുക്കണം, എന്ത് ഡയറ്റ് എടുക്കണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരും. ഒരു ഡയറ്റീഷ്യനോട് ചിലപ്പം ഡയറ്റീഷ്യനെ കാണാൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിനെ കാണാനൊക്കെ പറയും. അങ്ങനെ അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഡയറ്റ് കിട്ടും. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. പിന്നെ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് മാത്രമല്ല, നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യും, നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങള് നമ്മുടെ ബോഡിയിൽ, എനിക്ക് എന്താ പറയുന്നത്
ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങും അതിന്റെ കൂട്ടത്തില് ഞാൻ ഷുഗർ കട്ടും കൂടെ ചെയ്തപ്പോ എനിക്ക് പല കാര്യങ്ങൾ എന്റെ ശരീരത്തിൽ ഇമ്പ്രൂവ് ആയ പോലെ, പ്രത്യേകിച്ച് സ്കിന്നിന് ഭയങ്കരമായിട്ടൊരു ഇമ്പ്രൂവ്മെന്റ്. പണ്ടൊക്കെ എനിക്ക് സ്ഥിരം മുഖക്കുരു വരുമായിരുന്നു, പക്ഷെ ഞാൻ ഷുഗർ അവോയ്ഡ് ചെയ്ത് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ആയപ്പോഴത്തേനും എനിക്ക് അങ്ങനെ എന്താ പറയുക, എന്റെ ഈ മുഖത്ത് കാണുന്ന പാടുകളെല്ലാം പണ്ടുപുര മീൻസ് എനിക്ക് വണ്ണമുള്ള സമയത്ത് വന്നിരുന്ന മുഖക്കുരുകളാണ്. അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ടും സ്കിന്നിന് എനിക്ക് നല്ലപോലെ അറിയാൻ പറ്റി. അങ്ങനെ മുഖക്കുരുകളൊക്കെ വരുന്നത് വളരെ കുറഞ്ഞു. പീരീഡ്സിന്റെ സമയത്ത് ഒന്നോ അവിടെ ഇവിടെയും വരും, അവിടെ ഇവിടെ 1-2 വരും എന്നുള്ള അല്ലാതെ ആ മുഖക്കുരു എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങും കൂട്ടത്തിൽ ഞാൻ ഷുഗർ കട്ടും കൂടെ ചെയ്തു, അതിന്റെയും കൂടെ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഡൈജഷൻ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യും, അതും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ കാര്യം, കാരണം ഫാറ്റ് ബേൺ ആകുന്നുണ്ട്, അപ്പൊ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങൾ ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന എന്നുള്ളത്. കാരണം എപ്പോഴും ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏർലി ഡിന്നർ എന്ന് പറയുന്നത് ഭയങ്കര നല്ല കാര്യമാണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഈ ഒരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്നുള്ള ഒരു ഇപ്പം വെയിറ്റ് ലോസ് ഒന്നും ഇല്ലാത്തവർ, വെയിറ്റ് ലോസ് എടുക്കാത്തവർ എപ്പോഴും ഒരു ബിഫോർ 7 o'clock ഫുഡ് കഴിക്കുന്ന ഭയങ്കര നല്ലതാണ്. ഒരു 7 മണിക്ക് മുമ്പ് നിങ്ങളുടെ ഡിന്നർ അങ്ങ് അവസാനിപ്പിക്കുക. പക്ഷെ ചിലർക്കത്, എനിക്കറിയത്തില്ല, ചിലർക്കത് പറ്റത്തില്ല. ചിലർക്ക് രാത്രി ആവുമ്പോഴത്തേനും വിശക്കും എന്നൊക്കെ പറയും. പക്ഷെ എനിക്കിപ്പോ അങ്ങനെ ഒരു കേസില്ല. പക്ഷെ വെയിറ്റ് ലോസ് ചെയ്യുന്നവര് ആ രാത്രിയിലുള്ള വിശപ്പങ്ങ് എന്താ പറയാ ഇച്ചിരി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. കാരണം ആ രാത്രിയിലത്തെ വിശപ്പാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് വെയിറ്റ് കൂടാൻ കാരണം രാത്രിയിലൊക്കെ ഈ നല്ലപോലെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ അടിച്ചു കയറ്റി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പോലും നമ്മൾ അനങ്ങുന്നില്ല, നമ്മൾ കിടന്ന് ഉറങ്ങുക ചെയ്യുന്നത്. ആ ഉറക്കം എന്താ പറയുന്നത്, ആ ഉറങ്ങുക അപ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് സ്റ്റോർ ആകുക ചെയ്യുന്നത്. നമ്മളൊരു ഇപ്പൊ രാവിലെ ഇപ്പൊ എന്റെ കൂടുതലും രാവിലെ ഇപ്പം നമ്മൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫുൾ ഡേ, എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനൊരു ഫുൾ ഡേ ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ട് നമ്മളൊന്നും ഇല്ലെങ്കിൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വീട്ടിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഇപ്പം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് അതൊരു പ്രശ്നമാണ്. അവര് വീണ്ടും ഇരുന്ന് വർക്ക് ചെയ്യണം. അവരുടെ ഇപ്പം IT പ്രൊഫഷനിലൊക്കെ ഉള്ളവരാണെങ്കിൽ രണ്ട് കൈ മാത്രമേ അവരുടെ അനങ്ങുന്നുള്ളൂ, ഈ ഇരിപ്പാണ്. അങ്ങനെയുള്ളവര് രാവിലെ ഒരു വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അവരെന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. അപ്പം എന്നെ സംബന്ധിച്ചും രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മാത്രമേ എനിക്കൊരു എനർജി ഫീൽ ചെയ്യത്തുള്ളൂ. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എനിക്ക് മാത്രമല്ല, എന്റെ ഹസ്ബൻഡിന്, ശ്രീഹരിക്ക്, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന കാര്യം, കാരണം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തലവേദനയായി, ഇതായി മറ്റേതായി, അന്നത്തെ ദിവസം പോക്കാണ്. അങ്ങനെയുള്ളവർ കാണുമായിരിക്കും. എന്റെ ഒരു എന്താ പറയുന്നത്, എന്റെ ജീവിതത്തിൽ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീൽ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ലഞ്ചും അതെ, എനിക്ക് ഡിന്നറാണ് അത്രയ്ക്ക് കഴിച്ചില്ലേലും. ഇപ്പൊ തന്നെ ഞാൻ ലഞ്ച് ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചില്ലേ, വൈകുന്നേരം എനിക്ക് ലഞ്ച് കഴിച്ചില്ലേലും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. എനിക്ക് നാളെ രാവിലെ ഒരു കുഴപ്പമില്ലാതെ എണീക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കാറ്റഗറി പെടുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോ രാത്രിയിൽ, അതായത് ഏർലി ഡിന്നർ ഒരു ഭയങ്കര നല്ല കാര്യമാണ്. അത് ശീലിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നതിന് ഇപ്പൊ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് അതാണെന്ന് പറഞ്ഞ് ചെയ്തില്ലേലും ഒരു 7 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റിൽ ചേഞ്ച് കാണാൻ പറ്റും. ആ ഒരു 7 മണിക്ക് മുമ്പ് ഡിന്നർ കഴിച്ചതിന്. പിന്നെ അത് കഴിഞ്ഞ് കലോറിയുള്ള ഒന്നും കഴിക്കാതിരിക്കുക, വെള്ളം മാത്രം കുടിക്കുക, ബ്ലാക്ക് കോഫി കുടിക്കുക, ബ്ലാക്ക് ടീ കുടിക്കുക, അങ്ങനെയുള്ളത് മാത്രം കുടിക്കുക. അപ്പൊ ഇതൊക്കെയാണ് എന്താ പറയുന്നത്, ഒരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിൽ ഉള്ള കുറച്ച് തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് വന്ന കമന്റ്സിൽ നിന്നും അല്ലാതെ ഞാൻ കേട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും അങ്ങനെ അതൊക്കെ ചിന്തിച്ചിട്ട് ആരെങ്കിലും ഇത് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. നമുക്ക് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവര് എന്താ പറയുന്നത്, ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബോഡിയുമായിട്ട് അത് അഡാപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ
എന്താ നമ്മുടെ ബോഡിയുമായിട്ട് അത് ചേരുന്നുണ്ടെങ്കിൽ അത് എടുക്കുക, ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക, എല്ലാം കഴിക്കുക. ഇങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കിടക്കാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് ചിലരങ്ങ് ഒന്നും കഴിക്കത്തില്ല. അങ്ങനത്തെ എനിക്ക് അറിയാം. എന്താ പറയുന്നത്, അതും ഇത് ഒന്നും കഴിക്കാതെ പിടിച്ചിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് വരുന്ന ഒരു കുഴപ്പം എന്താണെന്നറിയാം, ചിലപ്പോൾ അവർ വെയിറ്റ് കുറയ്ക്കുമായിരിക്കും. വെയിറ്റ് കുറച്ച് കഴിഞ്ഞ് പിന്നെ അവർക്കൊരു കൺട്രോൾ കിട്ടാതെ വണ്ണം വെക്കും. നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിന് എന്നുള്ള ഒരു കാര്യം, ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ആ ഒരു കാര്യം ഫോളോ ചെയ്താൽ നമുക്ക് എന്താ പറയുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വെയിറ്റ് കുറയ്ക്കാനും പറ്റും, നമുക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ഇപ്പം അത് എന്റെ ഒരു അനുഭവമാണ്. ഞാൻ എപ്പോഴും കണക്ക് വെച്ചിരിക്കുന്നത് ഒരു 64 താഴെ, ഒരു 63 റേഞ്ചിൽ, 63. കാരണം എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 168 സെന്റിമീറ്ററാണ്. അപ്പം 68 താഴെ വേണം, അതായത് ഒരു 65 താഴെ വേണം എന്റെ വെയിറ്റ് എപ്പോഴും നിൽക്കാൻ വേണ്ടിയിട്ട്. 168 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഒരു 65 താഴെ എന്റെ വെയിറ്റ് നിൽക്കുന്നതാണ് എനിക്ക് സേഫ്. അപ്പൊ എപ്പോഴും ഞാൻ 65 ഒന്നും കൊണ്ട് എത്തിക്കാറില്ല. എന്റെ മനസ്സിൽ മൊത്തം ഒരു 63 റേഞ്ച് ആണ് എന്റെ വെയിറ്റ്, ഒരു 64 താഴെ നിൽക്കണം. അപ്പം ഇപ്പം നാട്ടിലൊക്കെ പോകുമ്പോഴാണേലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, നമ്മൾ മനുഷ്യരാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരേ കാര്യം ഒരേ രീതിയിൽ ഫോളോ ചെയ്ത് പോകാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മുടെ ആ ഒരു റുട്ടീൻ എപ്പോഴും നമ്മൾ ചെയ്യണം, ഒരിക്കലും നമ്മൾ വാശി പിടിക്കാനും പറ്റത്തില്ല. നമ്മൾ ഓരോ സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് വേണം നമ്മൾ അത് സെറ്റപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിപ്പം ഇവിടുന്ന് മാറി ഇപ്പം ഇപ്പം ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കിനും ആ ഒരു സമയത്ത് ഞാൻ ഇതൊന്നും എടുക്കാറില്ല. കാരണം ആ ഒരു സമയം ഞാൻ ഇതൊക്കെ അങ്ങ് മാറ്റി വെക്കും. കാരണം അത്രയും ദിവസം കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ ബോഡി അതൊക്കെ ആയിട്ടും ചേരണം. കാരണം എപ്പോഴും നമുക്ക് ഒരുപോലെ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പം ആ ഒരു 2 ആഴ്ച എന്ന് പറയുന്നത് ഞാൻ ഇപ്പം അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞും എനിക്ക് പറ്റത്തില്ല. വന്നു കഴിഞ്ഞും ഉടനെ എനിക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലേക്ക് കടക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം പിന്നെ കഴിഞ്ഞ് ഇതെല്ലാം വാങ്ങിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് ആകത്തുള്ളൂ. ആ ഒരു സമയം കൊണ്ട് എന്റെ ബോഡി ടൈപ്പ് വെച്ച് എനിക്ക് 1 കിലോ ഒക്കെ കൂടും, 1.5 കിലോ ഒക്കെ കൂടും. അങ്ങനെ കൂടി കഴിയുമ്പോഴത്തേക്കിനും ഞാൻ വീണ്ടും, പക്ഷെ എന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എന്താ പറയുന്നത് അതിലേക്ക് എത്തും. ഇപ്പോഴത്തെ എന്റെ ഒരു ഇതിൽ അങ്ങനെ ഒരു സംഭവം വേണം. നമ്മൾ വീണ്ടും ആ ഒരു ട്രാക്കിലേക്ക് എത്തണം. ആ ട്രാക്കിലേക്ക് എത്തിയില്ലെങ്കിൽ നമുക്ക് വണ്ണം കൂടും. അതെല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പം വെയിറ്റ് നമ്മുടെ പാകത്തിനുള്ള വെയിറ്റ് കുറച്ചത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പുകളൊക്കെ വരും. ആ ഗ്യാപ്പൊക്കെ വന്ന് അത് കഴിഞ്ഞിട്ട് ആ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചത്തെ ആ ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ ഒരു ഡയറ്റിലേക്ക് കയറിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും വണ്ണം വെച്ച് വെക്കും. കാരണം നമ്മുടെ ബോഡി ടൈപ്പ് അങ്ങനെയാണ്, എപ്പോഴും വണ്ണം വെക്കുന്ന ടൈപ്പാണ്. വണ്ണം ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്, വണ്ണം വെക്കുന്ന ടൈപ്പാണ്. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ നിന്ന് നമ്മൾ നമ്മുടെ ആ ഒരു കൺട്രോൾ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പിന്നെ വണ്ണമായിട്ടേ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പോ അങ്ങനെ അതൊരു മാനസികമായ ഒരു സംഭവമാണ്. ആ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് സ്വയമേ തോന്നേണ്ട ഒരു കാര്യമാണ്. അത് ദൈവം സഹായിച്ച് ഇപ്പം കുറച്ച് നാളായിട്ട് എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു ട്രാക്കിൽ എന്താ പറയുന്നത് തിരിച്ച് എനിക്ക് ആ ഒരു ട്രാക്കിലേക്ക് പോകാൻ എനിക്ക് ഒരു കുഴപ്പമില്ല. ആ ഒരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിലേക്ക് പോകാൻ എനിക്ക് ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് എന്റെ വെയിറ്റ് ഇപ്പൊ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പറഞ്ഞു കുറച്ച് കൂടിപ്പോയി. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.